പെരിന്തൽമണ്ണയിൽ കുളിർമലയുടെ ചെരുവിൽ 2 പതിറ്റാണ്ടോളം മുമ്പ് കുട്ടികളുടെ വിനോദസഞ്ചാര പാർക്ക് നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടുകിട്ടിയ സ്ഥലത്തെ പാർക്ക് എവിടെ? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ എത്തുമ്പോൾ കടലാസിൽ ഒതുങ്ങി മുങ്ങിപ്പോയ ഗലീലിയോ പാർക്കിന്റെ പിന്നാമ്പുറക്കഥകൾ തിരയുന്നത് നന്നാവും. പെരിന്തൽമണ്ണയുടെ വികസന വഴിയിൽ ഗൗരവമേറിയ വിഷയമാണ് ഗലീലിയോ പാർക്ക്. പാർക്കിന്റെ പേരിൽ നടന്ന റിയൽ എസ്റ്റേറ്റ് തന്ത്രങ്ങളും അധികൃതരുടെ അവഗണനയും അന്നത്തെ പ്രതിപക്ഷത്തിന് പോലും ഓർമ്മയില്ലെന്നതാണ് യാഥാർത്ഥ്യം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ മുൻവശം കുളിർമലയുടെ ചെരുവിൽ സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി ഒരേക്കർ സ്ഥലം കുട്ടികളുടെ പാർക്കിനായി നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം റോഡരികിൽ ഗലീലിയോ പാർക്ക് എന്നൊരു താൽക്കാലിക ബോർഡ് വെച്ചതല്ലാതെ പാർക്ക് മാത്രം യാഥാർത്ഥ്യമായില്ല. തുടർന്ന് വഴിയില്ലാതിരുന്ന പ്രസ്തുത സ്ഥലത്തേക്ക് അന്നത്തെ ഗവൺമെന്റ് ഡോക്ടർമാരും സ്റ്റാഫുകളും താമസിച്ചിരുന്ന ഇന്നത്തെ ചിൽഡ്രൻസ് ബ്ലോക്കിനരികിലൂടെയുള്ള സർക്കാർ ഭൂമിയിലൂടെ റോഡ് നിർമ്മിക്കുന്നു. അതോടൊപ്പം അത് വാർത്തയാവുകയും റവന്യൂ അധികൃതരും മറ്റും പരിശോധിക്കുകയും റോഡിന് സ്ഥലമെടുത്തതിലടക്കം പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനിടെ പാർക്കിന് സമീപത്തെ സ്ഥലങ്ങൾ വളരെ വേഗത്തിൽ റിയൽ എസ്റ്റേറ്റ് ലോബികൾ ഇരട്ടി വിലയ്ക്ക് വിറ്റൊഴിവാക്കുകയാണ് ചെയ്തത്. അന്നത്തെ നഗരസഭാ ഭരണസമിതിയാകട്ടെ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിനായി കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥർ കൊല്ലത്തെ ജഡായുപ്പാറ സന്ദർശിക്കുകയും അതേ മോഡലിൽ ഇവിടെ ഒരു പാർക്ക് സാധ്യമാണോ എന്ന് പഠിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതുവരെയും പാർക്ക് വന്നില്ല. ഒരു സയൻസ് പാർക്ക് എന്ന നിലയിൽ വിഭാവനം ചെയ്യപ്പെട്ട ഗലീലിയോ പാർക്ക് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ പെരിന്തൽമണ്ണയിലെത്തുന്ന കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും അതൊരു വലിയ വിജ്ഞാന വിനോദ കേന്ദ്രമായി തീരുമായിരുന്നു. ആരുടെയൊക്കെയോ താല്പര്യം കൊണ്ട് പൊട്ടിമുളയ്ക്കുകയും പിന്നീട് വിസ്മൃതിയിലാവുകയും ചെയ്യുകയായിരുന്നു പദ്ധതി. അപ്പോഴും ഒന്നോർക്കുക, പെരിന്തൽമണ്ണ നഗരത്തിന്റെ വികസന ചർച്ച തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എല്ലാവരും എടുത്തു പറയുന്ന രണ്ട് കാര്യമാണ് മികച്ച ഒരു കളിമൈതാനവും ഒരു വിനോദസഞ്ചാര പാർക്കും. രണ്ടും എന്നു വരുമെന്ന പെരിന്തൽമണ്ണക്കാരുടെ ചോദ്യം മാത്രം ബാക്കി. ന്യൂസ് ഡെസ്ക്, പെരിന്തൽമണ്ണ.